ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ചാലഞ്ച് കൊടുക്കാന്ന് വെച്ചാൽ നൂഡിൽസ് ആയതുകൊണ്ട് ഇവരെന്തായാലും പെട്ടെന്ന് കഴിച്ച് തീരുമെന്നറിയാം. അപ്പോൾ നമ്മളിതാ ഈ സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് വാങ്ങിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇതാ ഞങ്ങൾ ഈർക്കിളിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ 2 ചാലഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നൂഡിൽസിൻ്റെയാണ്. നൂഡിൽസ് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ആരാണോ ആദ്യം കഴിക്കുന്നത് അവരാണ് വിന്നർ. അപ്പോൾ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് പറയൂ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഞാൻ പറയും, അപ്പോൾ തുടങ്ങണം കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങോട്ട് ഉണ്ണി തോണ്ടി കളിക്കുന്നുണ്ട്. വാശിയേറിയ പോരാട്ടത്തോടു കൂടി ശ്രീകുട്ടൻ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീനു ഇതാ ഭക്ഷണം കിട്ടിയിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഞാൻ കഴിക്കുന്നു. ഇല്ല, ഇതിന് നല്ലത് കൈ കൊണ്ട് വാരി തന്നായിരുന്നു അല്ലേ. മുഖമൊന്നും കാണുന്നതന്നെയല്ല, അതിലേക്ക് അങ്ങ് വീണെടുക്കാം. ഇതിൽ ആര് ജയിക്കും എന്ന് നമുക്കൊരു ഊഹം പറഞ്ഞാലോ? ആരാ ജയിക്കുക? പിടിക്കാൻ കിട്ടുന്നില്ലെങ്കിലും വാശിയേറിയ പോരാട്ടത്തോടു കൂടി 3 ആളും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണി വെറും സൈലന്റ് ആട്ടോ. ഉണ്ണി പതുക്കെ കഴിക്കണുള്ളൂ കേട്ടോ. ഇത്രയും നേരം ഞങ്ങളോട് പറഞ്ഞു ഞാൻ ജയിക്കും. അത് വിഴുങ്ങി വിടാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ലോണം ചവച്ചിറക്കി വിട്. ഇതെന്ത് ഇങ്ങനെ? ഒരു കഴിയാണെങ്കിൽ വെക്കാൻ പറ്റില്ല. വാശിയേറിയ പോരാട്ടത്തോടു കൂടി നീനു ഇതാ കാലിയാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീകുട്ടൻ ഇത്രയും ഇനി കഴിക്കാനുണ്ട്. അതാ ഉണ്ണിയും നീനും കൂടെ മത്സരമാണ്. ആര് തിന്നും ആദ്യം ആര് തിന്നും. കമന്ന് കിടന്നിട്ട് അടിച്ചു വെന്നുന്നു. അല്ല, ഒരു പീസ് പോലും ബാക്കി വെക്കാൻ പാടില്ലേ. ശ്രീകുട്ടൻ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറകെ ഓടി 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 പോകുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ ശ്രീകുട്ട ഓ നീനുവിൻ്റെ ഏതാണ്ട് ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. ആര്? ഉണ്ണിയോ അതോ ശ്രീകുട്ടനോ അതോ ഹിമയോ? അപ്പോൾ ഹിമേൻ്റെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നു ഹിമ. സെക്കൻഡ് പ്രൈസ് നേടിക്കൊണ്ട് ഉണ്ണി മുന്നോട്ട് വന്നിരിക്കുന്നു. തേർഡ് പ്രൈസും തോൽവിയും ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീകുട്ടൻ. അപ്പോൾ ഒരു ചാലഞ്ച് ഇവിടെ കഴിഞ്ഞു. അതിൽ നമ്മളെ നീനു ആണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചാലഞ്ച് തുടങ്ങുകയാണ്. അപ്പോൾ എഗ്ഗ് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒന്നിൽ എഴുതിയിട്ടുണ്ട് ഒരു ഹാൻഡ്. ഇതാ ഇങ്ങനെ 3 ചീട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഹാൻഡ് ഇല്ലാണ്ട് കഴിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ലക്കി ആർക്കാന്ന് നോക്കാം. അപ്പോൾ എടുത്തോ, ഓരോന്നെടുത്തോളൂ. എടുത്തിട്ട് റെഡി പറയുമ്പോഴേ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നീനുവിന് 1 ഹാൻഡും 2 പേർക്കും നോ ഹാൻഡാണ്. അപ്പോൾ ഇവരെങ്ങനെ കഴിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 പേരും കൈ ബാക്കിൽ വെക്കുക. ഒരാൾക്ക്
ഹാൻഡ് ഉപയോഗിക്കാം. കൈ വെച്ചതാ ഇങ്ങനെ തിന്നാൻ പോകുന്നത്. ആ ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഹാൻഡ് വൺ ഹാൻഡ് 3 പേരും ഒരുപോലെ വയലാക്കിയിട്ടുണ്ട്. ഹനുമാന്റെ ചുണ്ടുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ആ അപ്പോൾ ഇതിൽ നമ്മളെ ഉണ്ണി വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് മുട്ട കഴിക്കാൻ അത്ര ഇതില്ലാത്തതുകൊണ്ട് ഇല്ല, തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം കുടിച്ചോ. ആ ഇതിൽ നമ്മളെ ഉണ്ണിയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ജയിച്ചവർക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. തുപ്പിക്കോ. അപ്പൊ ഇനി സമ്മാനദാനാണ്. അപ്പൊ സെക്കൻഡ് പ്രൈസ് നമ്മള് അശ്വിൻ സിഡിക്കാണ്. നമ്മള് ജയിച്ച ആൾക്കാർക്ക് ഒരു സമ്മാനം നമ്മൾ ഐസ്ക്രീമാണ്, ഒരു ഐസ്ക്രീമാണ് ഉള്ളത്. അപ്പം പിന്നെ ഇതിലിപ്പോൾ ജയിച്ചത് ഈ റൗണ്ടിൽ ജയിച്ചത് ഉണ്ണിയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചത് പിന്നെ നീനുവാണ്. പിന്നെ സെക്കൻഡ് റൗണ്ടിലും സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ശ്രീകുട്ടനാണ്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ആദ്യം ഒരു ഭാഗം നമുക്ക് ഉണ്ണിക്കും കൊടുക്കാം, പിന്നെ നീനുവിനും കൊടുക്കാം, പിന്നെ ശ്രീകുട്ടനും കൊടുക്കാം. ഓക്കെ, ആരെ ഹാപ്പി? ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീമാണ് കേട്ടോ, നമ്മൾ ഒരു ഐസ്ക്രീം വാങ്ങിയുള്ളൂ. ബാക്കിയൊക്കെ ഇവർ നേരത്തെ തിന്നു കഴിഞ്ഞതാട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ചാലഞ്ചിൻ്റെ ഒക്കെ ഇതാക്കിയപ്പോൾ ഒരു ഐസ്ക്രീം എടുത്തു വെച്ചാണ് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു ഐസ്ക്രീം ഇതാ 4 പേർക്കാണ്. എന്താ ഒന്ന് നമ്മളെ കുട്ടിച്ചേട്ടനും ഉണ്ട് കേട്ടോ അവിടെ. ഒന്ന് കുട്ടിച്ചേട്ടനും ഒരു ഓരി ഉണ്ട് കേട്ടോ. എന്താ നമ്മളെ കുട്ടിച്ചേട്ടനും ഉണ്ട് കേട്ടോ. ഇതാ ഐസ്ക്രീം നിന്നാണ്. ഓ ഹായ് പറ, ഹലോ പറ.